നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്തമി വിഭക്തി കണ്ടുവല്ലോ, അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ. അതെന്തുകൊണ്ട് അകാരാന്ത പുല്ലിംഗ ശബ്ദം മാത്രം എടുക്കുന്നു? ഇപ്പം വിഭക്തി എന്ന് പറയുമ്പോൾ എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ട്. ഇപ്പം അകാരാന്ത ആണെങ്കിലും ഈകാരാന്ത ആണെങ്കിലും എന്ത് അന്താണെങ്കിലും. അപ്പം ഒന്നിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ കുറച്ച് അഭ്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വായിക്കാം. അഹം വസാമി. ഞാൻ ബ്രാക്കറ്റിൽ ഗ്രാമഹ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമത്തിൽ ഞാൻ വസിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതും? ഗ്രാമേ. അഹം ഗ്രാമേ വസാമി. വസാമി എന്നാണ്, വസാമി. അപ്പോൾ ഗ്രാമേ. അടുത്തത് അവിടെ നിന്ന് നോക്കാം നമുക്ക്. മൃഗാഹ ചരന്തി. മൃഗങ്ങൾ ചരിക്കുന്നു. മൃഗാഹ ആയതുകൊണ്ട് ബഹുവചനമാണല്ലോ. മൃഗഹ മൃഗാഹ. ചരതി ചരന്തി. എവിടെയാണ്? അവിടെ മാർഗഹ എഴുതിയിട്ടുണ്ട് ഞാൻ. മാർഗേ. കറക്റ്റ്, ഉത്തമം. മാർഗേ ചരന്തി. മാർഗേ ഏ ഇട്ടിട്ട് ആ ഇർ മാർ ര. മാർഗേ. ഇപ്പം അങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? കാരണം മൃഗങ്ങളൊക്കെ വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ മാർഗത്തിൽ, നമ്മൾ നടക്കുന്ന സ്ഥലത്ത് അവർ വന്ന് നടക്കാൻ. ആനക്കൊമ്പൻ, എന്തൊക്കെയോ കൊമ്പന്മാർ വരുന്നുണ്ടല്ലേ, പേര് നമ്മളിടുന്നു. പാവ അവര്. അരിക്കൊമ്പൻ, ചക്കര കൊമ്പൻ, ചക്കൊമ്പൻ. അവർ വിചാരിക്കും എന്തൊക്കെയാ പേരുകളിടുന്നത്, ഇവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരെ പിടിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലേ. ഇപ്പം മൃഗാഹ മാർഗേ ചരന്തി. ശുകാഹ ഉപവിശന്തി. ശുകാഹ ശുകഃ തത്ത. തത്ത. ശുകാഹ ബഹുവചനം, പക്ഷികൾ, തത്തകൾ. ഇപ്പൊ ശുകാഹ ഉപവിശന്തി ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? വൃക്ഷഃ. അപ്പോൾ വൃക്ഷേ. വൃക്ഷേ ഉപവിശന്തി. ഇതും ബഹുവചനമാണ്. ശുകാഹ ഉപവിശന്തി. ശുകഃ എന്ന് വരികയാണെങ്കിൽ ഉപവിശതി. ഇനി ശിവഃ വസതി. ശിവൻ വസിക്കുന്നു. എവിടെയാണ്? കൈലാസഃ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൈലാസേ. കൈലാസത്തിൽ മാത്രമല്ല, പക്ഷെ കൈലാസം ഭഗവാന്റെ പ്രിയപ്പെട്ട സ്ഥാനം. അപ്പോൾ കൈലാസേ വസതി. കൈലാസത്തിൽ വസിക്കുന്നു. മീനഃ തരതി. മീൻ തരണം ചെയ്യുന്നു, അതായത് സ്വിം ചെയ്യുന്നു. സ്വിമ്മിങ്ങിന് എന്താ മലയാളത്തിൽ പറയാ? നീന്തുന്നു. ആ, മീന് നീന്തുന്നു. എവിടെയാണ്? ജലേ. ജലത്തിൽ. ജലേ. ഈ ജലം എന്നുള്ളത് അകാരാന്ത പുല്ലിംഗമല്ല, അകാരാന്ത നപുംസകലിംഗമാണ്. ശരി. ഛാത്രാഹ പഠന്തി. വിദ്യാലയഃ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാലയേ പഠന്തി. ഛാത്രാഹ ബഹുവചനം, അതുകൊണ്ട് പഠന്തി. വിദ്യാലയേ. വിദ്യാലയേ പഠന്തി. ഭക്തഃ അർച്ചതി. ദേവന് ദേവാലയഃ. അപ്പോൾ ദേവാലയേ അർച്ചതി. ഭക്തഃ ദേവാലയേ അർച്ചതി. ദേവാലയത്തിൽ ഭക്തൻ അർച്ചിക്കുന്നു. ദേവാലയേ. വൃക്ഷാഹ തിഷ്ഠന്തി. വൃക്ഷങ്ങൾ നിൽക്കുന്നു. പർവതഃ. അപ്പോൾ പർവതേ. വൃക്ഷങ്ങൾ പർവതത്തിൽ ഇരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. പർവതേ. തിഷ്ഠന്തി ബഹുവചനമായതുകൊണ്ട്, വൃക്ഷാഹ ആയതുകൊണ്ട് തിഷ്ഠന്തി. നൃപഃ ഉപവിശതി. നൃപഃ രാജ ഉപവിശതി ഇരിക്കുന്നു. എവിടെ? സിംഹാസന. സിംഹാസനേ ഉപവിശതി. സിംഹാസനം എന്നുള്ളതും സിംഹാസനഃ ആണോ സിംഹാസനേ ആണോ എന്നറിയില്ല. അകാരാന്ത പുല്ലിംഗമാണോ നപുംസകമാണോ അറിയില്ല. പക്ഷെ എന്തായാലും രണ്ടിനും വിസിംഹാസനേ തന്നെയാണ്. സിംഹാസനേ ഉപവിശതി. പലരും ചോദിക്കുന്നുണ്ട്, ഈ അന്തം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക?
ചിലതൊക്കെ വിസർഗം വരുന്നു, ചിലത് ആ വരുന്നു, ചിലർ അമ്മ വരുന്നു. എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് നമ്മളിങ്ങനെ അഭ്യാസം ചെയ്ത് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് വന്നോളും. എളുപ്പം തന്നെയാണ്. കങ്കണം അസ്തി, കങ്കണം ഉണ്ട്. ഹസ്തഹ എവിടെയാണ്? ഹസ്തേ, കങ്കണം കയ്യിലുണ്ട്. ഹസ്തേ അസ്തി, കയ്യിലിരിക്കുന്നു. കയ്യിൽ, ഹസ്തഹ കൈ, ഹസ്തേ കയ്യിൽ. അഹം ശയാനം ബാലം സ്മരാമി വടപത്ര മധ്യേ. ഇത് ബാലമുകുന്ദ അഷ്ടകമാണല്ലോ, അതിൽ നിന്നും എടുത്തിരിക്കുകയാണ്. അഹം സ്മരാമി, ഞാൻ സ്മരിക്കുന്നു. ആരെ സ്മരിക്കുന്നു? ബാലം സ്മരാമി, ബാലനെ സ്മരിക്കുന്നു. എങ്ങനെയുള്ള ബാലനെ? ശയാനം ബാലം, ശയിക്കുന്ന കിടന്നുകൊണ്ടിരിക്കുന്ന ബാലനെ ഞാൻ സ്മരിക്കുന്നു. എവിടെയാണ്? വടപത്ര മധ്യേ, വടപത്ര ഇലയുടെ മധ്യത്തിൽ. വടപത്ര മധ്യേ. അടുത്തത് അഹം ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു. ആരെ? ബാലം, ബാലനെ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള ബാലനെ? ബദ്ധം, കെട്ടിയിട്ടിരിക്കുന്ന ബാലനെ. എവിടെ? ഉലൂഖലഹ, ഉലൂഖലേ, ഉരളിൽ. ഉലൂഖലേ ബദ്ധം ബാലം ധ്യായാമി. ഉലൂഖലേ. ബദ്ധം ഉലൂഖലത്തിൽ, ഉരളിൽ കെട്ടിയിരിക്കുന്ന ബാലനെ ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു. മത്സ്യാഹ തരന്തി, മത്സ്യങ്ങൾ നീന്തുന്നു. എവിടെയാണ്? തടാകഹ, അപ്പോ തടാകെ, തടാകത്തിൽ നീന്തുന്നു. തടാകെ. സിമ്പിൾ അല്ലേ? സപ്തമി വിഭക്തി സിമ്പിൾ അല്ലേ? ഇനി കുറച്ച് സുഭാഷിതങ്ങൾ ഞാൻ എഴുതുന്നില്ല, അത് PDF ആയിട്ട് ഇടാം അറ്റാച്ച്മെന്റിൽ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ വെറുതെ പറയാം. ഉത്സവേ വ്യസനേ ചൈവ ദുർഭിക്ഷേ ശത്രുസങ്കടേ രാജദ്വാരേ ശ്മശാനേ ച യഹ തിഷ്ഠതി സഹ ബാന്ധവഃ. സഹ ബാന്ധവഃ. ബാന്ധവഃ ബന്ധുക്കൾ. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ആ രക്തബന്ധം തന്നെ ആവണമെന്നില്ല, ശരിക്കുള്ള ബന്ധു. ആരാണ്? സഹ, അവനാണ്. ആരാണ്? യഹ, ആരാണോ? തിഷ്ഠതി, തിഷ്ഠതി ഇരിക്കുന്നു, നിൽക്കുന്നു, ഉള്ളത് എന്ന്, നമുക്ക് ഉള്ളത്. എപ്പോഴാണ്? ഉത്സവേ, നല്ല സന്തോഷമുള്ള സമയത്ത്. ഉത്സവത്തിൽ ഉണ്ടോ? സപ്തമി വിഭക്തി. ഗ്രാമേ, വൃക്ഷേ, മാർഗേ. അതുപോലെ ഉത്സവേ, ഉത്സവത്തിൽ, അതായത് സന്തോഷ സമയത്തിൽ ആരിയിരിക്കുന്നുവോ. പിന്നെയോ വ്യസനെ, വ്യസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം. അപ്പൊ സങ്കടത്തിൽ, വ്യസനെ സങ്കടത്തിൽ. ദുർഭിക്ഷേ, ദുർഭിക്ഷം വരുമ്പോൾ, അതായത് കഴിക്കാനൊന്നും ചാപ്പാടൊന്നുമില്ല, അങ്ങനെ ഒന്നും ഇല്ലായ്മയുള്ള സമയത്ത്. ദുർഭിക്ഷം സമയത്ത്, അതായത് ദുർഭിക്ഷേ ആരിയിരിക്കുന്നു. ശത്രു സങ്കടേ, ശത്രുവിൽ നിന്നും സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിലും ആരിയിരിക്കുന്നു. രാജദ്വാരേ, രാജാവിൻ്റെ ദ്വാരത്തിൽ, അതായത് വലിയ പണക്കാരായി അപ്പോഴും ആര് നമ്മുടെ കൂടെ ഇരിക്കുന്നു. പിന്നീടോ ശ്മശാനെ, ശ്മശാനത്തിൽ പോകുമ്പോഴും കൂടെ ഉള്ളത് അവനാണ് ശരിക്കും ബാന്ധവഃ, ബന്ധു. വേറൊരു രസകരമായ സുഭാഷിതം. ലക്ഷ്മീ വസതി ജിഹ്വാഗ്രേ, ജിഹ്വാഗ്രേ മിത്രബാന്ധവാഃ, ജിഹ്വാഗ്രേ ബന്ധനം പ്രാപ്തം, ജിഹ്വാഗ്രേ മരണം ധ്രുവം. സിമ്പിൾ അല്ലേ? ലക്ഷ്മി വസതി, ലക്ഷ്മി വസിക്കുന്നു. എവിടെ? ജിഹ്വാഗ്രേ, ജിഹ്വ നാവ്, അഗ്രേ അറ്റത്തിൽ. നമ്മൾ കരാഗ്രേ കണ്ടില്ല, അതുപോലെ. ഇപ്പൊ ജിഹ്വയുടെ നാവിന്റെ അറ്റത്താണ് ആരിയിരിക്കുന്നത്? ലക്ഷ്മി ദേവി. നാവിന്റെ ഇരിപ്പ് പോലെ ഇരിക്കും നമ്മുടെ എന്താണോ നമുക്ക് വരുന്നത് എന്ന്. ജിഹ്വാഗ്രേ മിത്ര ബാന്ധവാഹ, മിത്രങ്ങളും ബന്ധുക്കളും ജിഹ്വാഗ്രത്തിൽ. പിന്നീടോ ജിഹ്വാഗ്രേ ബന്ധനം പ്രാപ്തം, നാവ് ശരിയില്ലെങ്കിൽ നമ്മൾ പെട്ടു അല്ലെ, ബന്ധനത്തിൽ പെടും. പിന്നീടോ ജിഹ്വാഗ്രേ മരണം ധ്രുവം, നാവിൻ്റെ ഇതുകൊണ്ട് കയ്യിലിരിപ്പുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മരണവും പ്രാപിക്കാം. ശരി, നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചൂടായിട്ട് കാപ്പി ചായയൊക്കെ കുടിക്കുമല്ലോ അല്ലേ.
ഇപ്പോൾ ഞാൻ ഇതിന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കവിയുടെ ഒരു കവിത. എന്തിനെ പറ്റിയുള്ള കവിതയാണ്? കാപ്പിയുടെ കവിതയാണ്. അത് ഞാൻ അടുത്ത എപ്പോഴെങ്കിലും നമുക്ക് ക്ലാസ്സിൽ നമുക്ക് മുഴുവനായിട്ട് എഴുതാം. പക്ഷെ അതിൽ നിന്ന് ഒരു ശ്ലോകം മാത്രം, അതിൽ സപ്തമി വിഭക്തി വരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ശ്ലോകം മാത്രം എടുത്തു. എന്താണ് അറിയോ ആ ശ്ലോകം? ആദ്യ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പാഠേ പാരായണേ ച ഏവ ദൂരദർശന വീക്ഷണേ, പാഠേ പാരായണേ ച ഏവ ദൂരദർശന വീക്ഷണേ മധ്യേ മധ്യേ ഭവേത് കാഭി, മധ്യേ മധ്യേ ഭവേത് കാഭി സമുല്ലാസപ്രദായിനി. എങ്ങനെയാണ് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ മധ്യേ മധ്യേ അമൃതപാനീയം സമർപ്പയാമി എന്ന് പറയുമല്ലോ. ഇവിടെ അതിന് പകരം എന്താണ്? മധ്യേ മധ്യേ ഭവേത്, മധ്യത്തിൽ അതായത് ഇടയിൽ എന്ത് ഭവിക്കുന്നു? കാഭി. എവിടെയൊക്കെയാണ്? എന്തിൻ്റെ മധ്യത്തിൽ? പാഠേ, പാഠത്തിൻ്റെ മധ്യത്തിൽ. പാഠേ പാഠത്തിൽ, പാരായണേ പാരായണത്തിൽ, ദൂരദർശന വീക്ഷണേ ദൂരദർശനം കാണുമ്പോൾ എന്താണ്? ഭവേ കാപ്പി, മധ്യേ മധ്യേ കാപ്പിയും സമർപ്പയാമി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? കാപ്പിയിൽ എന്താ അത്ര ഒരു പ്രാധാന്യമുള്ളത്? ഉല്ലാസപ്രദായിനി, ഉല്ലാസം തരുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നതല്ലേ. കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നെർവസിനൊക്കെ കുറച്ച് ഇതാക്കും. അതുകൊണ്ടാണ് ഈ വയസ്സായവരൊക്കെ പറയും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം വരില്ല മോളെ, അതുകൊണ്ട് കാപ്പി വേണ്ട, കാപ്പിയും ചായയും വേണ്ട എന്ന് പറയുമല്ലോ. ഇതാണ് കാഭി മഹിമാപകം എന്നാണ് ഇതിൻ്റെ പേര്. കവിതയുടെ പേര് എഴുതിയത് ശ്രീ രാമവിഠൽജിയാണ്. അതിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് വേറെ എപ്പോഴെങ്കിലും നോക്കാം. അപ്പം ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ